ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുവരാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. അകരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം നമ്മൾ കേട്ടു. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ആമേൻ, നിയോഗമുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവം അയക്കുമെന്നതിനെ കുറിച്ചാണ്. ആമേൻ. നിയോഗമുള്ളവരുടെ മേൽ. എന്താണ് നിയോഗം? ആമേൻ. നിയോഗം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ വായിച്ച വാക്യത്തിനകത്ത് യേശുക്രിസ്തുവിന്മേൽ ഒരു നിയോഗം കിടക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്മേൽ കിടക്കുന്ന ഒരു നിയോഗത്തെ വേദപുസ്തകത്തിന്റെ അതേ പശ്ചാത്തലത്തിൽ നിന്ന് യേശു ശുശ്രൂഷയുടെ നടുവിൽ വച്ച ബൈബിൾ പറയുന്നു. കർത്താവ് വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ശ്രദ്ധിക്കുക. ആമേൻ. അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. 2 പദങ്ങളെ ഞാൻ ആ വാക്യത്തിൽ നിന്നും എടുത്തു പറയുന്നു. 1 അഭിഷേകം, 2 അവന്റെ ആത്മാവ്. ശ്രദ്ധിക്കുക. ഞാൻ മുൻപ് ഈ വാക്യത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൺഡേ സർവീസിൽ എൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അഭിഷേകം അതുപോലെ ആത്മാവ്, ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ശ്രദ്ധിക്കണേ. അഭിഷേകം എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നതും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. അഭിഷേകം എന്ന് പറയുമ്പോൾ പഴയ നിയമ പുസ്തകം മുതലേ നമുക്കത് കാണുവാൻ കഴിയും. മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണത്തിനകത്ത് ദൈവം മോശയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ആലയത്തിലെ വസ്തുക്കളെ നീ അഭിഷേക തൈലം കൊണ്ട് അതിനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ച എനിക്ക് വേണ്ടി മാറ്റണം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വസ്തുവിന്മേൽ അല്ല ദൈവം പകരുന്നത്, അത് മനുഷ്യരുടെ മേൽ അത്രേ പകരുന്നത്. എന്നാൽ അഭിഷേകം ഒരു വസ്തുവിന്മേൽ മാത്രമുള്ളതല്ല, പിന്നെയോ അത് മനുഷ്യനെയും ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടി വിശുദ്ധീകരിച്ച ദൈവം മാറ്റുവാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു തൈലമായിരുന്നു അഭിഷേകത്തിന്റെ തൈലം എന്ന് പറയുന്നത്. കമോൺ, ഞാൻ ഇന്ന് പകൽക്കാലം 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ഞാൻ മുന്നോട്ട് കടന്നു വരാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോ അഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന ഒരു പദമാണ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദാവീദിനെ നമുക്കറിയാം, ശമൂവേൽ എന്ന പ്രവാചകൻ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ദൈവം ശമൂവേലിനോട് പറഞ്ഞു, തൈലക്കൊമ്പ് എടുത്ത ദാവീദിന്റെ തലമേൽ വീഴ്ത്തി അവന് ഇസ്രായേലിന്റെ പ്രഭുവായി രാജാവായി അഭിഷേകം ചെയ്യണം. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആമേൻ, അഭിഷേകം ചെയ്യുക എന്ന് ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെയോ നിയോഗത്തിന് വേണ്ടി, ഏതൊക്കെയോ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ മാറ്റി വച്ചിരിക്കുന്നു. അതിനാണ് ദൈവം ആ വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത്.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഇന്ന് ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന ചിലതിനോട് ദൈവാത്മാവ് പറയുന്നു, അഭിഷേകമുള്ള ചിലത്, നിയോഗമുള്ള ചിലത് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, നിയോഗമുള്ള ചിലത് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നിന്റെ നിയോഗത്തെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ അതെന്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഇട്ടത് രാജാവാകാൻ വേണ്ടിയായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഇട്ടത് ദാവീദ് രാജാവാകാൻ വേണ്ടി, അല്ലേ? അപ്പോ അതുപോലെ തന്നെ പലരിന്റെ മേൽ, ശമൂവേലിന്റെ മേൽ, അല്ലെങ്കിൽ അത് നോക്കണമേ എലീശയുടെ മേൽ അഭിഷേകം ഇട്ടത് ഒരു പ്രവാചകനാകാൻ വേണ്ടി. വേദപുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യമുണ്ട്. ആ അഭിഷേകം ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം ചിലതിന്റെ മേൽ ഇട്ടിട്ടുണ്ട്, അവരെ അതിനു വേണ്ടി വേർതിരിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ദൈവം ചിലതിനു വേണ്ടി വേർതിരിച്ചു വച്ചേക്കുന്നവർ ഈ ലൈവിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ ഇന്ന് പകൽക്കാല പ്രാവർത്തികമാക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിന്റെ മേൽ കൈമാറാൻ പോവുക. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറയട്ടെ. ഹല്ലേലൂയ. അതിന്റെ ഒന്നാമത് ഞാൻ വായിച്ച ഭാഗം യേശുക്രിസ്തുവിന്റെ ആ ഒരു ശുശ്രൂഷയുടെ തുടക്കമാണ്. നമുക്കെല്ലാവർക്കും ആ ഭാഗം അറിയാം, അല്ലേ? നമുക്കെല്ലാവർക്കും ആ ഭാഗം അറിയാം. എന്താണ് ആ ഭാഗത്ത് പറയുന്നത്? ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുകയാ. വായിച്ച സന്ദർഭം നമുക്കറിയാം. എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ ഉണ്ടായിരുന്നു. തുടക്കം വായിച്ചത് ഇങ്ങനെയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ആമേൻ. ബൈബിൾ പറയുന്നു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് നോക്കണമേ, കർത്താവിന് കൊടുത്ത ഒരു ഭാഗത്തെ യേശു സഭയുടെ അകത്ത് വെളിപ്പെടുത്തി. എന്നാ പറഞ്ഞു? ഒന്നുകൂടെ ഞാൻ വാക്യം ആവർത്തിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അല്ലെ? അവിടെ ഒന്ന്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ എന്റെ മേലൊരു അഭിഷേകമുണ്ട്, എന്റെ മേലൊരു നിയോഗമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ചിലരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ചില പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്. ശ്രദ്ധിക്കണേ, ചിലരെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് ചില പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്. ചിലരെ ദൈവം പ്രവാചകന്മാരാക്കി വെച്ചിട്ടുണ്ട്. ചിലരെ ദൈവം അത് നോക്കണമേ ഭൂതശാന്തിയുടെ കൃപ കൊടുത്തു വച്ചിട്ടുണ്ട്. ചിലരെ ദൈവം രോഗശാന്തിക്കായി വെച്ചിട്ടുണ്ട്. ചിലരെ ദൈവം വചന ശുശ്രൂഷയ്ക്കായി, അല്ലെങ്കിൽ ചിലരെ വെളിപ്പാട് കാണുവാൻ, ചിലരെ ദർശനത്തിനായി. അങ്ങനെ വേദപുസ്തകം പറയുന്നു. ഇവിടെ അത് നോക്കണം, വായിച്ചാൽ അറിയാം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു കാര്യം യേശു തിരിച്ചറിയുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എപ്പോഴാണ് ഈ അഭിഷേകം യേശുവിന്റെ മേൽ വന്നത്? അല്ലേ? അതൊരു ചോദ്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഈ നിയോഗം തിരിച്ചറിയുന്നത് ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ പ്രവചിക്കുമ്പോഴല്ലേ? ഏതെങ്കിലും ശുശ്രൂഷകന്മാർ നിങ്ങളുടെ തലമേൽ കരം വെച്ചിട്ട് നിന്നെ അതിനായി ദൈവം വേർതിരിക്കുന്നു എന്നൊരു വിളി നിന്റെ മേൽ പറയുമ്പോഴല്ലേ? വാസ്തവമായിട്ട് ഞാൻ പറയാം, യേശുവിന്റെ മേൽ എപ്പോഴാണ് നിയോഗം വന്നത്? യെശയ്യാവ് പറഞ്ഞ വാക്യം യേശു ജനിച്ചപ്പോൾ പറഞ്ഞതല്ല. യേശു ജനിക്കുന്നതിന് 500 വർഷം പുറകിൽ ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് എഴുതപ്പെട്ട അവൻ തന്റെ പുസ്തകത്തിലെ വാക്യമാണ്. എന്നാ പറഞ്ഞേ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജനനത്തിന് മുൻപേ ഈ ഒരു നിയോഗം യേശുവിന്മേൽ വന്നിരിക്കുന്നു. ഞാനത് തെളിയിക്കാൻ പോവുകയാണ്. ഞാൻ പറയാ, ചില നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതിനെ ജനിപ്പിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാ, ജനിച്ചതിന് ശേഷമല്ല ചിലതിന്റെ മേൽ ദൈവം നിയോഗമിടുന്നത്, നിയോഗത്തിന് വേണ്ടി ദൈവം ചിലതിനെ ജനിപ്പിക്കും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഒരു തെളിവ് ഞാൻ തരാം. മനോഹ എന്ന് പറയപ്പെടുന്ന ഒരു ഫാമിലിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ കൂട്ടിക്കാൻ പറ്റത്തിരി ഈ സൗണ്ട്
ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അതിനകത്ത് മനോഹ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ മനോഹ എന്ന് പറയപ്പെടുന്ന കുടുംബത്തെ, ആ ഭവനത്തെ ബൈബിൾ പറയുന്നത് അവർക്ക് തലമുറയില്ലായിരുന്നു, മച്ചിയായിരുന്നു. എന്നാൽ യഹോവ ഇടപെട്ട, ദൈവം ഇടപെട്ടിട്ട് വേദപുസ്തകം പറയുന്നു, ദൈവം ആ മനോഹയോട് തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഈ മച്ചി എന്ന നിന്റെ ജീവിത കുടുംബത്തിനകത്ത് ഒരു തലമുറ വരാൻ പോവുകയാണ്. എന്തിനായിരുന്നു തലമുറ? അവനെ കുറിച്ച് ദൈവം മുന്നമേ പറഞ്ഞിരുന്നുണ്ട്. ആമേൻ. അത് നോക്കണമേ, ആ ഫെലിസ്ത്യന്മാരെ തോൽപ്പിക്കുവാൻ അതിനകത്തുനിന്ന് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ നിയോഗം ഒരു തലമുറ അവൻ മനോഹയുടെ കുടുംബത്തിനകത്ത് ജനിക്കാൻ പോവുകയാ. ജനിച്ചതിന് ശേഷമല്ല, അവൻ ആൺ തലമുറയായിരിക്കും. അവൻ ജനിച്ചതിന് ശേഷം അവനെ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞു. വീഞ്ഞും മദ്യവും കൊടുക്കരുത്. പിന്നെ അവനെ കുറിച്ച് പറഞ്ഞു, തലയിൽ ക്ഷൗരക്കത്തി വെക്കരുത്. അവൻ നാസീർ വ്രതസ്ഥനായി നിങ്ങൾ അവനെ വളർത്തണം. ഇവിടത്തെ നിയോഗം ശിംശോന്റെ മേൽ വരുന്നത് അവൻ ജനിച്ചതിന് ശേഷമല്ല, ഒരു നിയോഗത്തിന് വേണ്ടി ദൈവം ഒരുവനെ ജനിപ്പിക്കുക. ഇന്ന് പകൽ എന്റെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഏതോ നിയോഗങ്ങൾക്ക് വേണ്ടി ജനിച്ചവർ ഈ ശബ്ദത്തിലുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ ആ നിയോഗത്തിന് വേണ്ടി ദൈവം ആത്മാവിന്റെ ബലത്തിൽ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ചിലതിനോട് പറയുകയാണ്, നിയോഗത്തിന് വേണ്ടി ജനിക്കപ്പെട്ട ചിലർ, നിയോഗത്തിന് വേണ്ടി ഉരുവാക്കിയ ചിലർ, നിയോഗത്തിന് വേണ്ടി ദൈവം വച്ചേക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. യെശയ്യാവ് ക്രിസ്തുവിന്റെ ജനനത്തിനും എത്രയോ ആണ്ടുകൾക്ക് മുൻപ് എഴുതിയത് യേശു ക്രിസ്തു വായിക്കുമ്പോൾ മനസ്സിലായി, ഈ നിയോഗത്തിന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഈ നിയോഗത്തിന് എന്നെ ആക്കി വച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാല ചില വചനങ്ങൾ വായിക്കുമ്പോൾ നിന്നോട് വചനം സംസാരിച്ചിട്ടുണ്ടോ? ഇതെന്നോടുള്ള വചനമാ, ഇതെന്നോട് പറഞ്ഞ വചനമാ എന്ന് നിനക്ക് തോന്നിയെങ്കിൽ അത് നിന്റെ മേലുള്ള നിയോഗമാണ്. ഒരു പ്രവാചകൻ കരം വച്ചില്ല, ആരും നിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയില്ല. വചനം നിന്നോട് ഇടപെട്ടെങ്കിൽ, ഇതുപോലെ യേശുവിനോട് ഇടപെട്ടതുപോലെ വചനം നിന്നോട് ഡയറക്റ്റായി സംസാരിച്ചുവെങ്കിൽ ആത്മാവിൽ ഞാൻ കൈമാറാ. അത് നിന്റെ മേൽ കിടക്കുന്ന നിയോഗമാ. ആ നിയോഗത്തെ തിരിച്ചറിഞ്ഞ അത് ചെയ്യാൻ ഈ തലമുറ എഴുന്നേൽക്കട്ടെ. ശമാന ഹംദന റിഗൽ ഖമനഗഡഗസിയ വൈഡൽ ഖമനഗഡഗ ഷൈഡിബിരിഗഡഗസിയ. നിയോഗമുള്ള ചിലതിനെ അവൻ നിയോഗത്തിന് വേണ്ടിയും ദൈവം ചിലതിനെ ജനിപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ സത്യമാണ്. നിന്റെ മേലൊരു നിയോഗം കിടക്കുന്നുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ മേൽ ജനനം മുതലേ ഈ നിയോഗമുണ്ട്. ദരിദ്രന്മാരെ വിടിവിക്കണം. ആമേൻ. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം. കാഴ്ചയെ പറയണം, പ്രസംഗിക്കണം. ബദ്ധന്മാരെ വിടിവിക്കണം. ഇതല്ലേ നമ്മൾ ലൂക്കോസിൽ വായിച്ചത്? ഇതൊക്കെ ജനനം മുതലേ കിടക്കുന്ന നിയോഗമല്ല. പക്ഷെ എപ്പോഴാണ് ഈ നിയോഗം പ്രാവർത്തികമായി തുടങ്ങിയെന്നറിയാമോ? എപ്പോഴാണോ പരിശുദ്ധാത്മാവ് യേശുവിന്മേൽ വന്നത്, കണ്ടത്, ആ സമയം മുതൽ ഈ നിയോഗം പ്രാവർത്തികമായി തുടങ്ങിയത്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ മേൽ കിടക്കുന്ന നിയോഗം നാളുകളായി നീ കേട്ടിരിക്കുക. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദാനങ്ങൾ ഒരു നിയോഗം എന്ന പോലെ ആരെങ്കിലും നിന്റെ തലമേൽ കരവച്ച് പറഞ്ഞിരിക്കുക. പക്ഷെ എപ്പോൾ മുതൽ ചലിച്ചു തുടങ്ങുക? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം. നിന്റെ മേൽ കിടക്കുന്ന നിയോഗം ചലിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ വന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണോ യോർദാനിൽ യേശു ഇറങ്ങിയത്, എപ്പോഴാണോ യോർദാനിൽ സ്നാനം കഴിഞ്ഞത്, യോഹന്നാൻ സാക്ഷ്യം പറയുന്ന ഒരു സംഭവമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന് ഇരിക്കുന്നത്, ആവസിക്കുന്നത് അവൻ കണ്ടു. ആ കാഴ്ച മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. ആ സംഭവത്തിന് ശേഷം കുരുടന് കാഴ്ച കൊടുക്കാൻ തുടങ്ങി. ആ സംഭവത്തിന് ശേഷം നിയോഗം ചലിച്ചു തുടങ്ങി. ജനനത്തിന് മുൻപ് നിയോഗത്തിന് വേണ്ടി ജനിക്കപ്പെട്ടെങ്കിലും എപ്പോഴാണോ ആ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നത്, അന്നേരം മുതൽ അസാധാരണമായ ദൈവ പ്രവർത്തികൾ യേശു ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ ഈ പറയുന്നത്? പരിശുദ്ധാത്മാവ് ശക്തമായി ഇതിനകത്ത് കൈമാറുകയാ. നിയോഗത്തിന് വേണ്ടി ജനിച്ചവർ, നിയോഗത്തിന് വേണ്ടി ജനിച്ചവർ ആമേൻ ഇതിനകത്തുണ്ട്. എന്തുകൊണ്ട് നിന്റെ നിയോഗം ചലിക്കുന്നില്ല? ആത്മാവ് ഞാൻ കൈമാറുക. നിന്റെ നിയോഗം ചലിക്കാത്തതിന്റെ കാരണം അഭിഷേകമല്ല വിഷയം. അത് ചലിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഷമാന റഖമാന ഷെഖേനിയ
പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, അവൻ കാര്യസ്ഥനാണ്, അവനൊരു തൈലമല്ല. ശ്രദ്ധിക്കണേ, അതൊരു തൈലമെന്നല്ല, അവൻ കാര്യസ്ഥനേ. അവൻ നിന്റെ കാര്യങ്ങൾ നോക്കി നടത്ത. എന്താണ് നിന്റെ മേൽ കിടക്കുന്ന നിയോഗം, അതിനെ ചെയ്യുവാൻ ഈ പരിശുദ്ധാത്മാവിന് ബലമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നോട് സംസാരിക്കും, നിന്നോട് ഇടപെടും, നിന്നോട് പറയുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ്, ബോധം വരുത്താൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് ശക്തിയുണ്ട്. നിന്റെ നിയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ നിയോഗത്തിലേക്ക് നിന്നെ നടത്താൻ കഴിവുള്ളത് എന്റെ മേലും നിങ്ങളുടെ മേലും പകർന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, കർത്താവ് ആമേൻ നിയോഗമുള്ള അഭിഷേകം ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട്. ഈ അഭിഷേകം നിന്റെ മേൽ വന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനാണ്. ചിലപ്പോൾ നിന്റെ മേൽ അഭിഷേകം വന്നത് പ്രസംഗിക്കാനായിരിക്കും, പക്ഷെ ഇതുവരെ നീ പ്രസംഗിച്ചില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് പ്രസംഗം പറ്റത്തില്ല, നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് പ്രസംഗിക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നും വരത്തില്ല. അതിനുള്ള സാമർത്ഥ്യം നിനക്കില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാലോ നീ പ്രസംഗിക്കുമെന്ന ഒരു നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ ആത്മാവ് നിന്റെ നാവിനെ അധികാരപ്പെടുത്തും. ഹല്ലേലൂയ. റീമാന ഷെഖേനിയ. ആത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി ദൂതായി കൈമാറുന്നുണ്ട്. ഈ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, എന്തിനൊക്കെ വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ, എന്തിനൊക്കെ വേണ്ടി ദൈവം മാറ്റിവെച്ച വിശുദ്ധീകരിച്ച ദൈവമക്കളുണ്ട്. അവരോട് ഞാൻ സംസാരിക്കുന്നത്, ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്നത് എന്താണെന്നറിയാമോ? ഇനിയും ഈ നിയോഗം പ്രാപിച്ചിട്ട് ഉറങ്ങാനല്ല. ഈ തലമുറയിൽ ഈ ലോക്ക്ഡൌണിന്റെ സീരീസ് അങ്ങോട്ട് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന അനോയിന്റിങ്, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത് പുറത്തു വരണം. നീ എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത്, നീ അതിനു വേണ്ടി പുറത്തു വരണോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂത, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂത ഇത്. എന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുക. ഞാൻ 1-2 തെളിവ് കൂടെ തന്നിട്ട് ഞാൻ ഈ മെസ്സേജ് നിർത്തത്തുള്ളൂ. ഈ പകൽക്കാലം ശ്രദ്ധിക്കണേ, അവൻ നിയോഗം നിവർത്തിക്കാനാണ്. നിന്റെ മേലുള്ള അഭിഷേകത്താൽ വന്നിരിക്കുന്ന നിയോഗം നിവർത്തിക്കാനാണ് ദൈവം നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നിരിക്കുന്നത്. ആലയത്തിൽ പണ്ട് മോശ അഭിഷേക തൈലം കൊണ്ട് തന്റെ ആലയത്തിനകത്തെ പാത്രങ്ങളെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചാൽ അറിയാം, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവൻ അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട്. എന്നാ അതിനകത്ത് വിശുദ്ധമായത് മാത്രമേ പകരാവൂ. കാരണം ദൈവാലയത്തിൽ അഭിഷേകം ചെയ്ത പാത്രം അത് വിശുദ്ധമായ പാത്രങ്ങളാണ്. എന്നാൽ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്ത പാത്രത്തെ അശുദ്ധിക്ക് വേണ്ടി മദ്യവും വീഞ്ഞും വീഴ്ത്താൻ അതിനെ തന്റെ മേശമേൽ കൊണ്ടുവയ്ക്കുമ്പോൾ വാസ്തവമായിട്ട് ഞാൻ പറയാം, നിയോഗം നിന്റെ തലമേൽ ഇട്ട ദൈവം ഉയരത്തിൽ കണ്ടോണ്ടിരിക്കുക. അന്നു രാത്രി രാജകൊട്ടാരത്തിന്റെ അരമനകളെ ഭേദിച്ചുകൊണ്ട് ആ വിരലുകൾ അവൻ രാജാവിന്റെ ചുവരിന്മേൽ എഴുതി വെച്ചു, മേരെ മേരെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട്, പകൽക്കാലം നിങ്ങളോട് പറയാ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കിയെന്ന്. ഇതിന്റെ സമയം കഴിഞ്ഞു, അടുത്ത പ്രഭാതം നീ കാണുകയില്ല. നിയോഗത്തിന് തടസ്സം നിന്നാൽ ഞാൻ പറയാം, സ്വർഗം ഇടപെടുന്ന കാലം. ഹല്ലേലൂയ, ആമേൻ. വിശുദ്ധീകരിച്ച മാറ്റിവെച്ച അഭിഷേക തൈലത്തെ പുള്ളി അശുദ്ധീകരിക്കുമ്പോ ഓർക്കണേ, അവൻ കൈതൊട്ടവനോട് അന്ന് രാത്രി തമ്പുരാന്റെ വിരലിറങ്ങി വരിക, അവന്റെ ചുവരിന്മേൽ വിരല് കൊണ്ടെഴുതുക, നിന്നെ തൂക്കി നോക്കിയടാ, നീ കുറവുള്ളവനാണ്, അതുകൊണ്ട് ഇനി നിനക്ക് പറ്റുകയില്ല, ആ കസേരയിൽ ഇരിക്കുക. ഈ രാത്രി നിയോഗിക്കുക, അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞ ദൈവം ചിലതിനു വേണ്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാണ്, അത് സ്പഷ്ടമാണ്, അതിനെ തൊടാൻ മറ്റാർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ പറ. 2022 നിയോഗം പ്രാപിച്ച ചിലരുണ്ട്. ദൈവം അഭിഷേകത്താൽ ഈ നിയോഗങ്ങൾ ഇട്ടേക്കുന്ന ചിലതുണ്ട്. ചിലതിന് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനായിരിക്കും, ചിലപ്പോൾ ടാക്ട് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ പ്രസംഗിക്കാനായിരിക്കും, ചിലപ്പോൾ ദർശനത്തിന് വേണ്ടിയായിരിക്കും, വെളിപ്പാട് പറയാനായിരിക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, എന്തിനെങ്കിലും വേണ്ടി ദൈവം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, എന്താണോ നിന്നിൽ കൂടുതൽ ഈ ആമേൻ പ്രവൃത്തി ചലിച്ചോണ്ടിരിക്കുന്നത്, അത് നിന്റെ മേലുള്ള നിയോഗമാ. അത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നിൽക്ക. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ അത് ശക്തമായി ജ്വലിക്കപ്പെടാൻ പോവുകയാ. Come on. അപ്പൊ യേശു ജനിക്കുന്നതിന് മുൻപേ യേശുവിന്റെ മേൽ ഒരു അഭിഷേകം ആമേൻ യെശയ്യാവ് പറഞ്ഞിരുന്നു, ഒരു നിയോഗം പറഞ്ഞിരുന്നു. ആ നിയോഗത്തിന്റെ അഭിഷേകം അതിനു വേണ്ടിയാ യേശു ജനിച്ചത് എന്ന് സ്നാനം കഴിഞ്ഞ ദൈവാലയത്തിൽ ചെന്നപ്പോൾ യേശു സഭയ്ക്കകത്ത് തുറന്നു പറയുക, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അത് നേരത്തെ ഉണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ മേൽ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നെങ്കിൽ കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട ദൈവിക നിയോഗങ്ങൾ നിന്നിൽ പ്രാവർത്തികമാകേണ്ട സമയമായി. ഹല്ലേലൂയ. ഇനി ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അടുത്ത ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്കതിനെ ഓർപ്പിക്കാൻ കഴിയും. ആമേൻ. അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്ത് തൈലക്കൊമ്പിലെ തൈലം കൊണ്ട് തലമേൽ വീഴ്ത്തിയുള്ള അഭിഷേകമാണ് ആമേൻ നമുക്ക് പഴയ കാലഘട്ടത്തിനകത്ത് കാണാൻ കഴിയുന്നത്. തൈലക്കൊമ്പിലെ തൈലം വീഴ്ത്തിയുള്ള അഭിഷേകം ശ്രദ്ധിക്കണേ. തൈലക്കൊമ്പിലെ തൈലം വീഴ്ത്തി തലമേൽ വീഴ്ത്തുന്നത് അവന്റെ വസ്ത്രത്തിലേക്കത് ആമേൻ ഒലിച്ചിറങ്ങുന്നത് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അത് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന അഭിഷേക തൈലത്തിന്റെ കൂട്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അത് മതിയായിരുന്നു പ്രത്യക്ഷമായിട്ടും. അതുപോലെ തന്നെ ദൈവത്തിനും അംഗീകരിക്കുവാൻ ആ തൈലം തലമേൽ വീണാൽ അവൻ അഭിഷേകം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അവനെ അഭിഷേകം ചെയ്തതായി പ്രഖ്യാപിക്കും. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, പലരുടെ മേലും അഭിഷേക തൈലം വീഴ്ത്തിയത് വേദപുസ്തകത്തിനകത്ത് ഒരുപാട് തെളിവുകളുണ്ട്. ശമൂവേൽ പ്രവാചകൻ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്തത് ശൗലിനെ ആയിരുന്നു. കീശിന്റെ മകനായ ശൗലിനെ ബൈബിൾ വായിച്ചാൽ അറിയാം, തൈലക്കൊമ്പിൽ നിന്ന് അടപ്പ് തുറന്ന് അവൻ തൈലമെടുത്ത് അവന്റെ തലമേൽ വീഴ്ത്തുന്ന ആ ഒരു രംഗം അവൻ 1 ശമൂവേൽ 9:10 നമുക്ക് വായിച്ചാൽ കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം ഒരു തൈലത്താൽ അവനെ അഭിഷേകം ചെയ്തു. എന്തിനായിരുന്നു അഭിഷേകം? ഒരു രാജാവാകുവാൻ അവൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടില്ല. ഒരു രാജാവാകണമെന്നോ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നോ അവനൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ദൈവം ഒന്ന് നിശ്ചയിച്ച, അവൻ രാജാവാകണം. ദൈവം നിശ്ചയിച്ച കാര്യത്തിന് വേണ്ടി ആമേൻ ഒരു കഴുതയെ അന്വേഷിച്ചിറങ്ങിയ ശൗലിനെ ദൈവം വഴി വെച്ച അഭിഷേക തൈലം തലമേൽ വീഴ്ത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അതിന് ലോകത്തിന്റെ സപ്പോർട്ട് ആവശ്യമില്ല, അതിന് രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ട് ആവശ്യമില്ല, അതിന് തിരഞ്ഞെടുക്കാൻ ഒരു സമൂഹം വേണമെന്നില്ല. ഈ തൈലം നിന്നെ ആക്കി വെച്ചാൽ അത് ആക്കി വെച്ചതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ലൈവിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവം അഭിഷേകത്താൽ നിന്നോടത് പറഞ്ഞെങ്കിൽ, അഭിഷേകത്താൽ നിന്നെ നിയമിച്ചെങ്കിൽ അത് ആക്കി വെച്ചത്, അത് മാറ്റാൻ ഇനി ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. Come on. ഈ അഭിഷേകത്താൽ ആമേൻ ഈ കീശിന്റെ മകൻ വീട്ടിനകത്ത് ചെന്നൊളിച്ചു കിടന്നിട്ട് അവനെ തെരഞ്ഞു പിടിച്ച് ചീട്ടിട്ട് നറുക്കെടുത്ത് അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതാണ് വാസ്തവം. അഭിഷേകം നിന്റെ മേൽ വന്നാൽ അതങ്ങനെ തന്നെ പിന്നെ അതിനെ നിന്നെ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. നിന്റെ മേൽ കിടക്കുന്ന നിയോഗം എന്താണോ അതിനെ നിന്നെ കൊള്ളാവൂ. പിന്നെ എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? അഭിഷേകം രാജസ്ഥാനത്തിരിക്കാൻ ശൗലിന്റെ തലമേൽ വീഴ്ത്തിയതാ. പിന്നെ അവനെ ആടുമേയ്ക്കാൻ കൊള്ളത്തില്ല, പിന്നെ ഇവനെ കഴുതയെ നോക്കാൻ കൊള്ളത്തില്ല, പിന്നെ ഇവനെ പന്നി മേയ്ക്കാൻ കൊള്ളത്തില്ല. ശ്രദ്ധിക്കണേ, നിന്റെ മേൽ ഒരു തൈലം വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി നിന്നെ കൊള്ളാവോ? അതിനുവേണ്ടി നീ വേർതിരിക്കപ്പെട്ടവന്, അതല്ലാതെ പോയാ രക്ഷപ്പെടുകയില്ലെന്ന് ഇന്ന് പകൽക്കാല ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ദാവീദിന്റെ മേൽ ഒരു തൈലം വീണു. ഈ തൈലം ശമൂവേൽ പ്രവാചകനിലൂടെ അവന്റെ തലമേൽ വീഴ്ത്തുമ്പോ ദൈവത്തിന് പറയാനുണ്ട്, കാട്ടി കിടക്കാനല്ല, രാജ്യത്തിന്റെ തലവൻ
ഉള്ളവനാക്കി. രാജകീയ അഭിഷേകമാ നിന്റെ തലമേൽ വീണതെങ്കിൽ ഇനി നിനക്ക് ആട് മേയ്ക്കാൻ പറ്റത്തില്ല ദാവീദ്. ഇനി നിനക്ക് കാട്ടി പോകാൻ പറ്റത്തില്ല ദാവീദ്. ഇനി നിനക്ക് എവിടെങ്കിലും കിടന്ന് ഒതുങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ അഭിഷേകം അതിനാണ് വന്നതെങ്കിൽ നിന്നെ അതിനെ കൊള്ളാവൂ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ നീ ഏത് വഴിക്ക് ഓടിയാലോ ഈ അഭിഷേകം, ഈ നിയോഗം നിന്റെ മേൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആ നിയോഗത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ വചനത്തിന് ആമേൻ പറഞ്ഞോണം. നീ ഏത് വഴിക്ക് കറങ്ങി നടന്നാലും, നീ ഏത് വഴിക്ക് തിരിഞ്ഞു നടന്നാലും, നീ ഏത് വഴിക്ക് ഓടിയാലും ആത്മാവിൽ ഞാൻ കൈമാറുക. നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിനനുസരിച്ച് നീ ചലിക്കത്തുള്ളൂ. നിന്റെ മേൽ കിടക്കുന്നത് ദാവീദേ രാജകീയ അഭിഷേകമാണെങ്കിൽ ആമേ നിന്നെ രാജാവാകാനേ കൊള്ളത്തുള്ളൂടാ. വേറെ ഒന്നിനെ നിന്നെ പറ്റത്തില്ല. ഇനി പഴയ പോലെ ആടുമേക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം അത് രാജാവാകാനുള്ള അഭിഷേകം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നു? ആമേൻ. യെസ് യെസ്, ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. അപ്പോ പലതിനും വേണ്ടി അഭിഷേകം ചെയ്യുന്നത് അതിന് തന്നെ ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഈ ശബ്ദം കേട്ടോണ്ടിരിക്കാൻ നിങ്ങളുടെ മേൽ അഭിഷേകം വന്നിട്ടുണ്ടാകാം. എന്തിനുള്ള അഭിഷേകം? അതാ ഞാൻ പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല, അഭിഷേകം. എന്തിനോ വേണ്ടി അഭിഷേകം ചെയ്യുന്നു, എന്തിനോ വേണ്ടി നിങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ, ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോൾ പ്രസംഗിക്കാനായിരിക്കും, ചിലപ്പോൾ പ്രവചിക്കാനായിരിക്കും, ചിലപ്പോൾ ട്രാക്ട് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ പാടാനായിരിക്കും. എന്തിനോ ആകട്ടെ, ആ അഭിഷേകം എന്തിനാന്ന് തിരിച്ചറിഞ്ഞ നീ അതേലൊന്ന് ചുവട് വെച്ചാ അത് രക്ഷപ്പെടും. അത് ഉയർച്ചയിലേക്ക് വരാൻ പോവുക. ആമേൻ. ഞാൻ ഇങ്ങോട്ടൊന്ന് കടന്നു വരട്ടെ. അപ്പോൾ അഭിഷേകം, പല അഭിഷേകമുണ്ട് അല്ലേ. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിൻ്റെ 15-16 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. നമുക്ക് വിശുദ്ധ ബൈബിളിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിലേക്ക് ഒന്ന് വരാം. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന് രാജാവായിട്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളിത് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് വരണം. ഹസായേലിന്റെ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യണം. അടുത്ത നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ശ്രദ്ധിക്കണേ, ഞാൻ ആ വാക്യത്തെ ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഏലിയാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏലിയാവ് എന്ന പ്രവാചകനെ കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 17-18 മുതലാണ് നമുക്ക് ആ ഏലിയാവിന്റെ രംഗപ്രവേശം. അഡ്രസ്സൊന്നും വേറെയില്ല, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. വാസ്തവമായിട്ട് ഞാൻ പറയാം, ദൈവനിയോഗത്തോടെ പുറത്തു വന്ന ഏലിയാവ് ഒറ്റ വാക്കുകൊണ്ട് ആകാശത്തെ അടയ്ക്കുകയും 3.5 വർഷത്തിന് ശേഷം ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശം തുറക്കുകയും മലമുകളിൽ ഒറ്റ പ്രാർത്ഥന കൊണ്ട് തീ ഇറക്കി യാഗപീഠത്തിന്മേൽ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് തെളിയിക്കുകയും ചെയ്ത ഏലിയാവ് ഒരടയുടെ ശേഷിപ്പ് കൊണ്ട് അവൻ 3.5 വർഷക്കാലം ഒരു കുടുംബത്തെ പോഷിപ്പിക്കാൻ തക്കവണ്ണം ഒറ്റ പ്രാർത്ഥന കൊണ്ട് അട വർദ്ധിപ്പിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, സകലത്തെയും ആമേൻ അത് നോക്കണമേ, ഒന്നുമല്ല അഭിഷിക്തന്റെ മുമ്പിൽ തെളിയിച്ച ഒരു പ്രവാചകനായിരുന്നു ആമേൻ ഈ ഏലിയാവ് എന്ന പ്രവാചകൻ. തന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ടൈമിൽ, തന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആ ഒരു സമയത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആഹാബിന്റെ ഭാര്യയായ ഇസബേലിനെ കണ്ട് ഏലിയാവ് പേടിച്ചുപോയി. അവൻ 24 മണിക്കൂറിനകം നിന്റെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ട് ഏലിയാവ് ഭയന്ന് ഏതോ മരുഭൂമിക്കകത്ത് ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് വിശ്രമിക്കുക. തട്ടി ഉണർത്തി അടയും വെള്ളവും കൊടുത്ത് 2 പ്രാവശ്യം അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓടാനുള്ള ബലം കെട്ടി 40
40 ദിവസം ഓടി പുള്ളി പിന്നെയും തളർന്നു. അടുത്തൊരു ഗുഹയ്ക്കകത്ത് ഹോരേബിന്റെ ചുവട്ടിൽ ചെന്ന് കിടന്ന് ആമേൻ ഉറങ്ങുന്ന സമയം തമ്പുരാൻ പിന്നെയും വന്ന്, എന്താടാ നിനക്ക് ഇവിടെ കാര്യം? ഇന്ന് പകൽക്കാല ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ തട്ടി വിളിച്ച് ചോദിക്കുക, നിനക്ക് ഉറങ്ങാൻ എന്താ ഇവിടെ, നിനക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ ഇളക്കി വിട്ടത് ഇവിടെ നിൽക്കാനല്ല, ഒരു നിയോഗമുണ്ട്, അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനോട് പറയുകയാണ്, നിന്നെ ഇളക്കി ദൈവം ഓടിച്ചതും നടത്തിയതും നിന്നെ കൊണ്ട് ദൈവം ചിലത് സംസാരിപ്പിച്ചതും ഇനി പാറച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങാനല്ല, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നീ പതറിപ്പോകും ഏലിയാവേ. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനോട് പറയുകയാണ്, ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചത് അടുത്ത ഒരു നിയോഗത്തിന് വേണ്ടി. എന്താണ് ദൈവം ഏലിയാവിന് കൊടുത്ത അടുത്ത ഒരു നിയോഗം? ബൈബിൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ആമേൻ, ദമ്മേശക്കിന്റെ വഴിയായി നീ മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേൽ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെ കാണാം. അവനെ ആരാമന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. രണ്ടാമത് പറഞ്ഞു, ആമേൻ, നിംഷയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഒരു ഒറ്റ യാത്രയിൽ 3 അഭിഷേകം നടക്കുന്നു. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആമേൻ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു ഒറ്റ യാത്രയിൽ 3 അഭിഷേകം നടക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു 3 തൈലക്കൊമ്പൊന്നുമില്ല, ഒറ്റ തൈലക്കൊമ്പേ ഉള്ളൂ. ഹല്ലേലൂയ, ഒറ്റ തൈലക്കൊമ്പേ ഉള്ളൂ. ഒരുപക്ഷെ കൈവച്ചാണോ തൈലക്കൊമ്പ് വീഴ്ത്തിയാണോ എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു ചടങ്ങുണ്ട്, തൈലക്കൊമ്പിലെ തൈലം വീഴ്ത്തിയ അഭിഷേകം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ഈ വേദപുസ്തകത്തിനകത്ത് നമ്മൾ ആ ഭാഗത്ത് പെട്ടെന്ന് അങ്ങനെ മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 3 അഭിഷേകം ഒരു യാത്രയിൽ നടക്കുന്നുണ്ട് അല്ലേ. ഒന്ന്, ബൈബിൾ പറയുന്നു ഹസായേലിനെ അവനെ എന്തിനാ അഭിഷേകം ചെയ്ത? ഈ പ്രവാചകൻ ഹസായേലിനെ അഭിഷേകം ചെയ്യുന്നത് രാജാവായിട്ട്. രണ്ടാമത് പറയുന്നു നിംഷയുടെ മകനായ യേഹുവിനെ എന്തിനാ അഭിഷേകം ചെയ്തത്? പ്രവാചകനായിട്ടല്ല, അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, 2 പേരുടെ തലമേൽ വീണ അഭിഷേകം എന്ന് പറയുന്നത് രാജാവാകാൻ വേണ്ടിയാ. ഇവർ ഇപ്പോൾ രാജാവല്ല, ഇവരിപ്പോൾ രാജസ്ഥാനത്തില്ല. പക്ഷെ ഏലിയാവിനോട് പറയുക, നീ തൈലം അവരുടെ തലമേൽ ഇട്ട് കഴിഞ്ഞാൽ അവർ രാജാവ് ആകും. ഇന്ന് പകൽ തൈലം വീഴുന്നതോടെ അവരെ വേർതിരിച്ചു ദൈവം. എന്തിന്? ഒരു രാജാവാകാൻ. ശ്രദ്ധിക്കണം, ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. നിന്നെ എന്തിനോ വേണ്ടി ദൈവം കൈതൊട്ടോ തലൽ കരം വെച്ചോ തമ്പുരാന്റെ സാന്നിധ്യത്തെ നിന്റെ മേൽ പകർന്നു ഒരു അഭിഷേകം ചെയ്തു എന്ന് നിനക്ക് തോന്നിയാൽ പിന്നെ നിന്നെ അതിനെ കൊള്ളാവൂ കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, ഇവിടെ പറയുന്നു ഒരു യാത്രയിൽ ഈ ഏലിയാവ് 3 അഭിഷേകം, അതിൽ 2 പേരുടെ തലമേൽ വീണ അഭിഷേകം രാജാവാകാൻ വേണ്ടി. പക്ഷെ 3ാമത്തവന്റെ മേൽ അവൻ സാഫാത്തിന്റെ മകനായ എലീശ, ആ എലീശയുടെ തലമേലും അഭിഷേകം ചെയ്തു. അവനോട് പറഞ്ഞത്, നീ രാജാവല്ല, നീ പ്രവാചകനാകാൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ലൈവിലാണെങ്കിലും ചിലതിനോട് നിങ്ങളുടെ അഭിഷേകത്തിന്റെ ഉറപ്പ് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. എന്തിനാണ് ദൈവം നിന്റെ മേൽ ഈ അഭിഷേകം ഇട്ടതെന്ന് ചിലർക്ക് വ്യക്തത വരണം. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും അഭിഷേകം എന്നത് എല്ലാവരും ഒരുപോലെ പോകാനെന്നല്ല. ഓരോരുത്തരുടെ മേൽ ദൈവം കൊടുത്തേക്കുന്ന വ്യത്യസ്തമായ നിയോഗങ്ങളുണ്ട്. അതിനെ ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിനെ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരുപോലെ ഇരിപ്പാനല്ല, എല്ലാവരും ഒരുപോലെ ചെയ്യാനല്ല. എല്ലാവരും രാജാവായ പിന്നെ പ്രജകൾ വേണ്ടേ? ഹല്ലേലൂയ. എല്ലാവരും പ്രവാചകനായ പിന്നെ കേൾക്കാൻ ആള് വേണ്ടേ? അതാ തമ്പുരാൻ പറഞ്ഞേ, ആമേൻ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന തൈലമൊന്നാ. പക്ഷേ ആ തൈലം നിന്റെ മേൽ വീഴുമ്പോൾ എന്തിനാണോ നിന്നെ അതിനു വേണ്ടി വിശുദ്ധീകരിക്കുന്നത്, അതിനു വേണ്ടി ഒരുക്കുന്നത്, നീ ആരായി മാറും. ഹല്ലേലൂയ. ഒരേ ദിവസമാ, അല്ലെങ്കിൽ ഒരേ യാത്രയിലാ ഏലിയാവ് ചെയ്യുന്നത്. അതുകൊണ്ട് 3ാമത്തവനും ചോദിച്ചുകൂടായിരുന്നോ, എനിക്കെന്തുകൊണ്ട് രാജാവായിക്കൂടാ? എന്റെ കൂടെ അഭിഷേകം പ്രാപിച്ചവനല്ലേ ഹസായേൽ, എന്റെ കൂടെ അഭിഷേകം പ്രാപിച്ചവനല്ലേ യേഹു? പക്ഷേ അവര് രാജാവായി, എന്തുകൊണ്ട് ഞാൻ രാജാവായില്ല? എങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ലൈവിലുണ്ടോ? എന്റെ കൂടെ അഭിഷേകം പ്രാപിച്ച, എന്റെ കൂടെ പവർ മീറ്റിംഗിൽ
നിന്ന എന്റെ കൂടെ ഉപവസിച്ച ആ വ്യക്തി പ്രസംഗിച്ചല്ലോ, പിന്നെ ഞാൻ എന്ത് പ്രസംഗിച്ചില്ല? ഇന്ന് പകൽ നിന്റെ അഭിഷേകം എന്തിനാ നിന്റെ മേൽ ഇട്ടേക്കുന്ന തിരിച്ചറിയണം. ചിലപ്പോ നീ പ്രവചിക്കാനായിരിക്കാം, അവൻ പ്രസംഗിക്കാനായിരിക്കാം, ചിലപ്പോ നീ പാടാനായിരിക്കാം, അവരെ കുറിച്ച് അവൻ ദൈവത്തിന് വേണ്ടി ട്രാക്ട് കൊടുക്കാനായിരിക്കാം. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്തിനാന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ആത്മാവ് ശക്തമായി ചില വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നീ പ്രാപിച്ച അഭിഷേകം എന്തിനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? അതിന്ന് ഈ ലൈവിൽ ഇരിക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, എങ്കിലേ അതിൽ നിങ്ങൾക്ക് ഒന്ന് തേജസ്സോടെ പുറത്തു വരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ പ്രവാചകനാകാൻ ഇരിക്കുന്ന എലീശ എനിക്ക് രാജാവാകണമെന്ന് പറഞ്ഞ അവൻ ജമ്മത്ത് രാജാവാകുകയില്ല. വാസ്തവമായിട്ട് ഞാൻ പറയാ, പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ട എലീശ, ഹല്ലേലൂയ, എലീശ അവന് രാജാവാകണമെന്ന് പറഞ്ഞ തമ്പുരാൻ പറയും നടക്കത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം പ്രവാചക അഭിഷേകമാണ്. അവര് രണ്ടുപേരും യേഹൂ നിംഷി ഇവരുടെ മേൽ കിടക്കുന്ന അഭിഷേകം രാജാവാകാനാ. പക്ഷെ ഇവര് പറയും ഞങ്ങൾക്ക് പ്രവാചകനാകണം. തമ്പുരാൻ പറയും നടക്കത്തില്ല. അവൻ ഇവര് പ്രവാചകനല്ല, ഇവര് രാജാവാകാനുള്ള അഭിഷേകം. അല്ലേ? ഈ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് പ്രവചിച്ചു. പക്ഷെ ഒറ്റ ദിവസം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോ പുള്ളി രാജസ്ഥാനത്തേക്ക് വരികയാ. ഈ അഭിഷേകം വന്നാൽ ചിലപ്പോ നീ പ്രവചിച്ചെന്നിരിക്കും, ചിലപ്പോ നീ ദൂത് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോ നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമായി നിന്നിരിക്കും. സംഭവം ഓക്കെ. പക്ഷെ എന്തിനാണോ നിന്റെ മേൽ ഇട്ടേക്കുന്നത് അതിലെ ഈ പരിശുദ്ധാത്മാവിനെ നടത്തത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലാക്കണേ. വെറുതെ കൈയടിച്ച് പോവുകയല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് തിരിച്ചറിയണം. ആമേൻ. ഒറ്റ യാത്രയിൽ ഏലിയാവ് 3 പേരെ അഭിഷേകം ചെയ്തു. ഒന്ന് ഹസായേൽ, രാജകീയ അഭിഷേകം, അവൻ പ്രവചിച്ചു എന്ന് ബൈബിളിൽ കൊടുക്കുന്നില്ല. 2 യേഹൂ, അവന്റെ മേലും ഇസ്രായേലിന്റെ രാജാവാകാനുള്ള അഭിഷേകം. ഇവർ രാജാവായിട്ടില്ല, ആകും എന്ന ദൈവം അവനെ വേർതിരിക്കുന്ന ഒരു അഭിഷേകം അവരുടെ മേൽ വീണു. അതുകൊണ്ട് ഇവർക്ക് 2 പേർക്ക് ഉറപ്പാ ഞങ്ങൾ ആകും. ഹല്ലേലൂയ, ആമേൻ. എങ്ങനെ ആകും എന്ന് ചോദിക്കരുത്. വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആക്കും. നിന്റെ മേൽ ഈ അഭിഷേകം നിന്റെ മേൽ ഒരു നിയോഗം പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആകും എന്നാരും ചിന്തിക്കരുത്. അതിനെ ആക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ അഭിഷേകത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവമാണ് നിന്നെ അങ്ങനെ ആക്കിയതെങ്കിൽ നിന്നെ അതിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നു? കർത്താവിന്റെ വചനം. ആമേൻ. മൂന്നാമത്തെ അഭിഷേകം എലീഷായുടെ മേൽ വീണു. അല്ലേ? ശ്രദ്ധിക്കാം. എലീഷയുടെ മേൽ മൂന്നാമത് അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞതാണ്, നീ മൂന്നാമത് സാബാത്തിന്റെ മകനായ എലീഷയെ നിനക്കു പകരം എന്തായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നല്ല, പ്രവാചകനായിട്ട്. ഒരേ യാത്രയിൽ ഒരേ തൈലക്കൊമ്പിൽ നിന്ന് 3 തലമേൽ വീഴുന്നു. പക്ഷെ 2 വ്യത്യസ്ത കാര്യങ്ങൾക്കായിട്ട് 3 പേരെ ദൈവം നിയോഗിക്കുക. 2 പേരെ രാജാവായിട്ടും ഒരാളെ പ്രവാചകനായിട്ടും. ഇനി ഞാനിങ്ങനെ ചിന്തിക്കുക, ഏലിയാവ് എലീഷയെ കണ്ടുമുട്ടുന്ന സമയം 12 ഏർക്കാളയെ വെച്ച പുള്ളി നിലമുഴുതോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അല്ലേ? നിലമുഴുതോണ്ടിരിക്കുന്ന സാഹചര്യം. ഈ ഉഴുതോണ്ടിരിക്കുമ്പോൾ തന്നെ ഏലിയാവ് എലീഷയുടെ തലമേൽ പുതപ്പിട്ടു. തൈലമൊഴിച്ചതാണോ പുതപ്പിട്ടതാണോ എന്ന് ചോദിച്ചാൽ ആ അഭിഷേകം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ തന്റെ പുതപ്പ് എലീശയുടെ മേലിട്ടു. പക്ഷെ ഏതായാലും ഒരു അഭിഷേകം അവിടെ നടക്കുകയാണ്. കാരണം ദൈവം പറഞ്ഞത് അവിടെ നടക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞത് അവിടെ നടക്കുന്നു. മൂന്നാമത്തെ വ്യക്തി എലീശ. ഈ പുതപ്പ് വീണതോടെ അവൻ അഭിഷേകം പ്രാപിക്കുകയാണ്. അവന്റെ മേലൊരു അഭിഷേകം വീഴുകയാണ്, അവന്റെ മേലൊരു നിയോഗം വീഴുകയാണ്. ഏലിയാവ് അവനോട് പറഞ്ഞില്ല, നീ എനിക്ക് പകരം ഒന്ന് പ്രവാചകൻ ആകുമോ? ചോദിച്ചൊന്നുമില്ല. പക്ഷെ നിയോഗത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. തമ്പുരാൻ നിന്നെ ആക്കാൻ പോവുക. അങ്ങനെ അല്ലേ? ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടാണോ കർത്താവ് നമ്മളൊക്കെ ഈ നിവർത്തി നിർത്തിയേ?
എൻ്റെ ജന്മകാലത്തോ ജീവകാലത്തോ ഞാൻ ഈ ഇങ്ങനെ മൈക്ക് പിടിച്ച് പ്രസംഗിക്കത്തില്ല എന്ന് ജീവിതത്തിൽ തീരുമാനിച്ചൊരു വ്യക്തിയാ. എന്നോട് ചോദിച്ചിട്ടാണോ ദൈവം ആ നിയോഗം എൻ്റെ മേൽ വെച്ചതെന്ന് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചോദിച്ചിട്ട് വച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ കാണത്തില്ലായിരുന്നു, ഉറപ്പാ. ഹല്ലേലൂയ. കാരണം എൻ്റെ തീരുമാനം അതാണ്, ഞാൻ ഇങ്ങനെ മൈക്ക് പിടിച്ച് പ്രസംഗിക്കത്തില്ലെന്ന്. പക്ഷെ ഇങ്ങനെ വച്ചെങ്കിൽ, ഇങ്ങനൊരു നിലയിലേക്ക് എന്നെ കൊണ്ടു നിർത്തിയെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മളോട് ചോദിച്ചിട്ടല്ല ദൈവം നിയോഗം വരുത്തുന്നത്. ഹല്ലേലൂയ. ശിംശോനെ നീ എങ്ങനെ ചെയ്യുവോടാ എന്ന് ചോദിച്ചിട്ടല്ല ദൈവം ശിംശോനെ ജനിപ്പിച്ചതാ. ചില നിയോഗത്തിന് വേണ്ടി ദൈവം ചിലതിനെ കാണുകയാ, അവനെ ദൈവം തൊടുകയാ. ഹല്ലേലൂയ. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ല. ഏലിയാവ് ചോദിച്ചില്ലടാ നിന്നെ പ്രവാചകനാക്കാനാണ്, ഇല്ല. ഏലിയാവ് തീരുമാനം പറഞ്ഞില്ലേലും ആ അഭിഷേകം നിന്നോട് സംസാരിക്കും എലീശേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന് അറിയാം എനിക്ക് ശേഷമുള്ള പ്രവാചകനായിട്ടാ. പക്ഷേ എലീശയോട് അങ്ങനൊന്നും പറഞ്ഞെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇച്ചിരി സംഭാഷണം, അധികം ഒന്നും പുള്ളി സംസാരിക്കാറില്ല. ആരാ? ഏലിയാവ്. കുറച്ചേ സംസാരിക്കാറുള്ളൂ, പക്ഷെ പ്രവൃത്തി ഭയങ്കരമാണ്. ഒന്നോ രണ്ടോ വാചകമേ ഉള്ളൂ. ഈ വാചകത്തിനിടയിൽ നീ എനിക്ക് ശേഷം പ്രവാചകനായിട്ട് ഇരുന്നു കൊള്ളണം കേട്ടോ എന്നൊന്നും ഏലിയാവ് എലീശയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ അഭിഷേകം വീണ എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ വയലിൽ ഇനി നല്ല വിളവ് നടക്കുമെന്നല്ല, ഈ അഭിഷേകം എന്റെ മേൽ വീണത് ഒരു പ്രവാചക ശുശ്രൂഷിക്കുന്ന ബോധ്യമായത് കൊണ്ട് അവൻ തന്റെ യജമാനന് അവൻ കൂടെ നടക്കാൻ തുടങ്ങി. നിങ്ങൾ അത് ചിന്തിക്കണം, ചിന്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നീ വാ, ഞാൻ നിന്നെ പ്രവാചകനാക്കാന്ന് പറഞ്ഞാൽ വരത്തില്ല പുള്ളി, ഉറപ്പാ. പക്ഷെ നിയോഗം അവന്റെ മേൽ കിടന്നവൻ തിരിച്ചറിഞ്ഞപ്പോ 12 ഏർക്കാളയും അങ്ങ് വിട്ടു. കാളയെ അറുത്ത മാംസമാക്കി ഭക്ഷണം പാകം ചെയ്ത് നാട്ടുകാർക്കും വിളമ്പി വെച്ച് പറഞ്ഞു, ഞാനങ്ങ് പോവുക. കാരണം എന്റെ നിയോഗം ഈ വയലെ കിടക്കാനല്ല, എന്റെ നിയോഗം ദൈവത്തിന് വേണ്ടി നിൽക്കാനാ. ഇത് ഏലിയാവ് വരുന്നവരിക്കും ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തെന്ന് ഓർത്തിട്ട് വേണം വരാൻ. ഏലിയാവ് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ നിനക്കൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ നിയോഗം എന്റെ മേൽ വന്നത് കൊണ്ട് എനിക്കിത് വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഈ നിയോഗത്തെ തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ശ്രദ്ധ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. നിന്റെ നിയോഗത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം നിന്റെ മേൽ പകരാൻ പോവുക. ശമാന റഖമാന സിഖി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ യാത്രയിൽ 3 അഭിഷേകം. 2 പേരുടെ തലമേൽ വീണത് രാജാവാകാനുള്ള അഭിഷേകവും, ഒരാളുടെ തലയിൽ വീണത് പ്രവാചിക്കാനുള്ള പ്രവാചക അഭിഷേകവും. ഈ അഭിഷേകം അന്ന് മുതൽ വീണു. പക്ഷേ എലീശ അന്ന് മുതൽ പ്രവചിച്ചില്ല. എലീശ അന്ന് മുതൽ ഒന്നും ചെയ്തില്ല. എലീശ അന്ന് മുതൽ സൗഖ്യമാക്കിയെന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എലീശ അന്ന് മുതൽ അത്ഭുതം നടത്തിയെന്ന് ബൈബിൾ പറയുന്നില്ല. പിന്നെ എപ്പോഴാ ഒരു വാക്യം കൂടെ നമുക്ക് വേഗത്തിലൊന്ന് വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വേഗത്തിലൊന്ന് കൊണ്ട് 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം നമുക്ക്. 2 രാജാക്കന്മാർ 2 അതിന്റെ 9. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്. എന്താ ചോദിച്ചേ ഇവിടെ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഓ, ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ നടന്നത് അഭിഷേകം, ഇപ്പോ എലീശ ചോദിക്കുക ആത്മാവിന്റെ ശക്തി. എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നു ഞാൻ ചിന്തിക്കുകയാണ്. അന്ന് ശക്തി കിട്ടിയെന്നൊന്നും പ്രവാചകൻ പറഞ്ഞില്ല. ഏലിയാവിനോട് പറഞ്ഞത്, എനിക്കായിട്ട് നീ അവനെ പ്രവാചകനായി അഭിഷേകം ചെയ്യുക. എന്നല്ല നമ്മൾ വായിച്ചത് 1 രാജാക്കന്മാർ 19. ഈ 2-ാമത്തെ പാർട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ അഭിഷേകം എന്നല്ല പറഞ്ഞേ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. ഇന്നലകളിൽ തലമേൽ വീണ അഭിഷേകത്താൽ ഉള്ള നിയോഗം
എലീശയ്ക്കറിയാം ഇത് ചലിച്ചു തുടങ്ങണമെങ്കിൽ ആത്മാവ് വന്നാലേ പറ്റത്തുള്ളൂ. ഇന്ന് തലമുറയോട് ഞാൻ പറയാം, നീ നിയോഗം പ്രാപിച്ചിരിക്കാം, പക്ഷെ ആ നിയോഗം ചലിപ്പിക്കുന്നത് നിന്റെ ബലമല്ല, ആ നിയോഗത്തെ ചലിപ്പിക്കുന്നത് നിന്റെ ശക്തിയല്ല, നിയോഗത്തെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയത്രേ. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാക്കാൻ പറ്റുന്നവർ നന്നായി മനസ്സിലായിക്കൊള്ളും. നിയോഗത്തെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. എലിയാവിനോട് എലീശ ചോദിക്കുകയാണ്, ഇപ്പൊ എനിക്ക് വേണ്ടത് അഭിഷേകമൊന്നല്ല, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പവറാ. ശക്തിയുണ്ടോ? നാളെ ഞാൻ ചെയ്യും. കാരണം എന്റെ മേലൊരു അഭിഷേകമുണ്ട്, എന്നെ ദൈവം വിളിച്ചേക്കുന്നത് അതിനാ. ഈ ബോധ്യമുള്ളവരോട് ഞാൻ പറയാം, ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ ലൈവിൽ നിങ്ങൾ കാണുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് വന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ കിടക്കുന്ന നിയോഗം ചാലിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എലീശ ഏലിയാവിനോട് ചോദിക്കുക, ഇരട്ടി പങ്ക് എനിക്ക് വേണം, ആത്മാവിന്റെ ശക്തി. അന്നേരം ഏലിയാ പറയുന്നു, എന്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് തരാൻ പറ്റൂ, പക്ഷെ നീ ചോദിച്ചത് എന്റെ കയ്യിലുള്ളതിന്റെ ഡബിൾ. അതൊക്കെ വേറെ വിഷയമാണ്, ഞാൻ കൊണ്ടും പോകുന്നില്ല. എന്റെ കയ്യിലുള്ളതിന്റെ ഇരട്ടി. ഏലിയാ പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും. ഒരു കണ്ടീഷനൊക്കെ വയ്ക്കുന്നു, കഷ്ടം സഹിച്ചാലേ കിട്ടത്തുള്ളൂ. ഗിൽഗാൽ വിട്ട, ബഥേൽ വിട്ട, യെരിഹോ വിട്ട, യോർദാന്റെ അക്കരെ പോകുമ്പോഴും ഒരു പ്രവാചക ശിഷ്യന്മാരും കൂടെ ചെല്ലാൻ അനുവദിച്ചില്ലെങ്കിലും എലീശ ഏലിയാവിന്റെ പിന്നാലെ പോയി. കാരണം പുള്ളിക്കറിയാം ചില കണ്ടീഷനുകളിൽ ആമേൻ അത് നോക്കണമേ, എഗ്രി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ നിയോഗത്തെ ചലിപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തി എനിക്ക് ലഭിക്കും. ഇന്ന് പകൽക്കാലം അത് ചുമ്മാ കിട്ടത്തില്ല, വില കൊടുത്താല് നിനക്കത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. എലീശ ചോദിച്ചു, എടുക്കപ്പെടുന്ന സമയം എലീശ കൂടെ ഉണ്ടായിരുന്നു. അഗ്നിരഥങ്ങളും അശ്വങ്ങളും വന്ന ഏലിയാവിനെയും എലീശയും തമ്മിൽ വേർപിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വീണ് കിടന്നുകൊണ്ട് എലീശ നിലവിളിച്ചു, ഇസ്രായേലിന്റെ തേരും തേരാളിയുമേ. ഏലിയാവിന് മനസ്സിലായി, എന്നെ കണ്ടു അവൻ. ഹല്ലേലൂയ. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ അവന്റെ തോളിലെ പുതപ്പ എലീശയ്ക്ക് വേണ്ടി താഴേക്ക് അവൻ എറിഞ്ഞു കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്താൽ ആത്മാവിന്റെ ശക്തി അവൻ എടുക്കുകയാ. ഞാൻ ആത്മാവിൽ കൈമാറാം. ഇന്ന് പകലിലും നീ വിശ്വാസത്തോടെ ദൈവപാദപീഠത്തിൽ നിൽക്കുന്നെങ്കിൽ ആ പുതപ്പ് ഇന്ന് നിന്റെ കരത്തിലേക്ക് തമ്പുരാൻ തരും. ഒരഭിഷേകമെന്നല്ല, അഭിഷേകത്താൽ നിന്റെ മേൽ വന്ന ചില നിയോഗങ്ങളെ പ്രാവർത്തികമാക്കുന്ന ഒരു ദൈവശക്തിയെ ഈ പുതപ്പിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോവുകയാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. എലിയാവിന്റെ പുതപ്പ് എലീശ എടുത്തു കഴിഞ്ഞു. താൻ നേരെ നിൽക്കുന്നത് യോർദാന്റെ മുമ്പിൽ, കുത്തൊഴുകി ഒഴുകി വരുന്ന യോർദാന്റെ മുമ്പിൽ നിന്ന് എലീശ കരമുയർത്തിയ പുതപ്പെടുത്ത് ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച ഒരൊറ്റ അടിയെ യോർദാൻ മേൽ വയ്ക്കുമ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു. മനസ്സിലായി, ആമേൻ, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നു. അഭിഷേകം വന്നിട്ട് നാള് കുറച്ചായി, നിയോഗം വന്നിട്ട്, അഭിഷേകത്താൽ നിയോഗം വന്നിട്ട് നാള് കുറച്ചായി. പക്ഷെ ശക്തി എപ്പോ കിട്ടിയോ അന്നേരം തുടങ്ങി നിന്റെ മേലുള്ള പ്രവൃത്തി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശക്തി എപ്പോ നിന്റെ കയ്യിൽ വന്നോ അപ്പോ മുതൽ യോർദാൻ പിരിഞ്ഞു. ശക്തി എപ്പോ നിന്റെ കയ്യിൽ വന്നോ അടുത്ത സെക്കൻഡിൽ യെരിഹോവിന്റെ ശാപത്തിന്റെ ഉറവിന് എലീശ പത്യമാക്കി. ശക്തി എപ്പോ വന്നോ അവൻ ചില പോരാട്ടങ്ങള് എലീശ വാക്കുകൊണ്ട് തകർത്തു കളഞ്ഞു. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാ. നിന്റെ നിയോഗം ചലിക്കണമെങ്കിൽ ശക്തി വന്നാലേ നടക്കത്തുള്ളൂ. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എലീശയുടെ മേൽ അഭിഷേകം വന്നു, പക്ഷെ അന്നവൻ പ്രവചിച്ചില്ല. എന്നാൽ എപ്പോഴാണോ ആത്മാവിന്റെ ശക്തി അവനിൽ ചലിച്ചത് അന്ന് മുതൽ അവൻ പ്രവചിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നിയോഗം മാത്രം പോരാ കേട്ടോ,
ശക്തി ഉണ്ടെങ്കിലേ നിയോഗം ചലിക്കത്തുള്ളൂ. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമേൻ പറ. ഹല്ലേലൂയ. എനിക്കറിയാം ശക്തി ഉണ്ടെങ്കിലേ ചിലത് ചലിക്കത്തുള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ നീ പ്രാപിച്ച നിയോഗം നടക്കത്തുള്ളൂ. നിന്നോട് ദൈവം പറഞ്ഞത് ചലിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി വേണം. രണ്ട് കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ ഉറപ്പിച്ചു. ഒന്ന്, യേശുവിൻ്റെ കാര്യം. രണ്ട്, ഏലിയാവ് എലീശയ്ക്ക് പകർന്ന അഭിഷേകവും പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും. ആമേൻ. രണ്ട് സന്ദർഭങ്ങളിലായി എലീശയ്ക്കത് കൈമാറി. ആ സന്ദർഭത്തിൽ പ്രവാചകനായി അഭിഷേകം ചെയ്യണം എന്ന് ദൈവം പറഞ്ഞ് അഭിഷേകം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അന്ന് മുതൽ എലീശ പ്രവചിച്ചില്ല. പിന്നെയോ ശക്തി തൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോ അവൻ ധൈര്യമായി പ്രവചിക്കാൻ തുടങ്ങി. ആമേൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രാർത്ഥിക്കും. ഇതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി. അഭിഷേകത്താൽ നിങ്ങളുടെ മേൽ വരുന്നത് ചില നിയോഗങ്ങളാണ്. ഈ നിയോഗങ്ങളെ പ്രാവർത്തികമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം എന്നത് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ. യോഹന്നാൻ കണ്ടു പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത്. അതിനുശേഷമാ പ്രവൃത്തികൾ തുടങ്ങിയത്. ഇവിടെ എലീശ ശക്തി എലിയാവിൽ നിന്ന് പുതപ്പിലൂടെ പ്രാപിച്ചു. അതിനുശേഷമാ യോർദാൻ പിരിക്കപ്പെട്ടതും പ്രവൃത്തി നടക്കുന്നതും. മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു. വായിക്കാം, നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള ചില വാക്യങ്ങൾ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ഈ ഭാഗവും നമ്മൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. എന്തിനൊക്കെയാണ്? ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ. തന്നോട് കൂടെ ഇരിപ്പാനും, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. അടുത്ത് പറഞ്ഞത് പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. 12 എന്ന് പറഞ്ഞ 12 പേരെ നിയമിച്ചു. തൊട്ടടുത്ത വാക്യം മുതൽ വായിക്കാം. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. നമുക്കറിയാം ഈ 12 ശിഷ്യന്മാരുടെ പേരുകൾ യേശുവിടെ വിളിച്ചു പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഈ 13-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ചത് നമുക്ക് സുപരിചിതമാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. തനിക്ക് ബോധിച്ചവർ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി മുഴുവനും യേശു മലയിൽ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് തനിക്ക് ബോധ്യമാക്കി കൊടുത്ത 12 പേരെ താൻ അടുക്കലേക്ക് വിളിച്ചു. ശ്രദ്ധിക്കണം, 12 പേരെ. അപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ആ ഒരു നിയോഗം വന്നിട്ടില്ല. ആ ഒരു അഭിഷേകം കർത്താവ് കൈമാറിയില്ല. ശ്രദ്ധിക്കണേ, നമുക്ക് ശ്രദ്ധിക്കണം. കർത്താവിനറിയാം ആരുടെ മേൽ അഭിഷേകം കൊടുക്കണം, ആർക്ക് അഭിഷേകം കൊടുത്താൽ പ്രയോജനപ്പെടും, ആരുടെ മേലാണ് തൻ്റെ നിയോഗം വയ്ക്കേണ്ടതാ. ഇത് എല്ലാവരുടെ മേലും തമ്പുരാൻ വച്ചത്തില്ല. ഏലിയാവിനോട് പറഞ്ഞു, പ്രത്യേകം അഡ്രസ്സ് കൊടുത്താൽ വിട്ട് എലീഷായെ തന്നെ നീ അഭിഷേകം ചെയ്യണം. എന്തുകൊണ്ടോ തൊട്ടടുത്ത പറമ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയെ ഈ ഏലിയാവ് അഭിഷേകം ചെയ്തില്ല. കർത്താവിനറിയാം, ആമേൻ, അത് കൊടുത്താൽ പ്രയോജനപ്പെടണം. ഈ 2022 ചിലതിനെ നോക്കി ദൈവത്തിന് സങ്കടമാ, കൊടുത്തിട്ട് ഇതുവരെ പ്രയോജനപ്പെട്ടിട്ടില്ല. പ്രയോജനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം നിന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തട്ടെ. നീ ദൈവത്തിന് പ്രയോജനപ്പെടട്ടെ. ആമേൻ. എന്തിനാ കർത്താവിടെ ഇവരെ വേർതിരിച്ചെന്നറിയാമോ? ഒന്നുകൂടെ ഞാൻ വാക്യം ആവർത്തിക്കുന്നു. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവർ അവന്റെ അരികെ വന്നു. അല്ലെ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിന് 12 നിയമിച്ചു. ഈ നിയമിച്ചു എന്ന് പറഞ്ഞാൽ ഈ 12 പേരെയും വേർതിരിച്ചു എന്നല്ലേ അർത്ഥം. നമ്മളിപ്പോ ക്ലാസ്സിൽ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ കുട്ടിയാണ്, സംഗതി ഓക്കെ, പക്ഷെ അവനെ നമ്മൾ വേർതിരിച്ച് ചില അധികാരങ്ങൾ കൊടുത്ത് മാറ്റി നിർത്തുക. ആ പീരീഡ് ടീച്ചർ വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അച്ചടക്കം പറഞ്ഞു കൊടുക്കേണ്ടത് ലീഡറാ. സംസാരിക്കുന്ന പിള്ളേരുടെ പേരെഴുതുന്ന ഈ ലീഡറല്ലേ? അല്ലേ? ഒന്ന് ചിന്തിച്ചോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ പണ്ട്? ആമേൻ.
അറിയാന്നുള്ള സംഭവമല്ലേ? ലീഡർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര ചൊറിച്ചില്ല. ഹാലലൂയ. അവൻ എൻ്റെ പേരെഴുതി എഴുതി കൊടുക്കുന്നത്. ആമേൻ. അവന് വിരോധമുള്ളവരുടെ പേരും കൂടെ എന്ത് ചെയ്യും? വേണേലും അവൻ എഴുതി കൊടുക്കും. പോട്ടെ, എന്തു ആകട്ടെ. അപ്പോൾ ലീഡർ എന്ന് പറയുമ്പോൾ ആമേൻ, അത് നോക്കണമേ, വേർതിരിച്ച് നിർത്തിയേക്കുക. അവരിലുള്ള ഇപ്പൊ പലരും ഉണ്ടായിരുന്നു, 12 പേരെ കർത്താവ് വേർതിരിച്ചു അല്ലെങ്കിൽ നിയമിച്ചു. എന്തിനാ നിയമിച്ച? 1 തൻ്റെ കൂടെ ഇരിക്കാൻ, 2 പ്രസംഗിക്കാൻ, 3 ഭൂതങ്ങളെ പുറത്താക്കാൻ. അധികാരം ഉണ്ടാകേണ്ടതിന്, അധികാരം വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവർ അവന്റെ അരികെ വന്നു. കണ്ടോ, വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? പേര് വിളിച്ചു, അല്ലെങ്കിൽ അരികെ വിളിച്ചവരൊക്കെ വിരൽ ചൂണ്ടിരൊക്കെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും, ഇരുന്നവരെയല്ല, ഇരിക്കാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടി. അടുത്തെന്താ പറഞ്ഞ? പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. പ്രസംഗിച്ചോ എന്ന് തുടങ്ങിയതല്ല, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. ഇതാണ് നിയോഗം എന്ന് പറയുന്നത്. നിന്നെ എന്തിനോദയം വിളിക്കുകയാണ്. 1, നാളെ നീ എൻ്റെ കൂടെ ഇരിക്കണം. അടുത്ത, നീ പ്രസംഗിക്കാൻ ഞാൻ നിന്നെ അയക്കും, നീ പോണം. അടുത്തെന്താ പറഞ്ഞ്? ഭൂതങ്ങളെ, ഇവിടെ 15-ാം വാക്യം, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം തന്നെന്നല്ല പറഞ്ഞ്, അധികാരം ഉണ്ടാകുവാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വാക്യം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇന്നത്തെ ഈ മെസ്സേജിന്റെ തീം നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. അഭിഷേകത്താൽ നിന്റെ മേൽ വീണ നിയോഗം ചലിക്കണമെങ്കിൽ ആത്മാവ് വരണമെന്നാണ് ഞാൻ ഇന്ന് ഈ പ്രസംഗിക്കുന്നതിന്റെ ആശയം. പിടിയിടുന്നുണ്ടോ? ആമേൻ. അഭിഷേകവും ആത്മാവും ഒന്നല്ല, അത് രണ്ടും സെപ്പറേറ്റ് ആണ്. നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ടി ഞാനത് പറഞ്ഞു വരുന്നത്. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, കർത്താവ് ഇവിടെ പറയുന്നത്, അവൻ തനിക്ക് ബോധിച്ച 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഇന്നലെ കൂടെ ഇരുന്നവരെ നല്ല പറഞ്ഞത്, എൻ്റെ കൂടെ ഇരിക്കാനുള്ളവർ. അടുത്ത് പറയുന്നു പ്രസംഗിക്കാൻ അയക്കപ്പെടാനുള്ളവർ. പിന്നെ പറഞ്ഞു ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകുവാനും. അപ്പൊ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോ കൊടുത്തിട്ടുമില്ല. ഉണ്ടാകാൻ ഒരു നിയോഗമുള്ള 12 പേരെ തമ്പുരാൻ വിളിക്കുക. എന്റെ ഭാഷ പറഞ്ഞ അവരെ ദൈവം അഭിഷേകം ചെയ്ത് മാറ്റുക. പക്ഷെ ആ വാക്ക് അവിടെ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ആമേൻ. കർത്താവ് അവരെ നിയമിച്ചു, അല്ലേ? ശിംശോന്റെ മേൽ ഇതല്ലേ പറഞ്ഞേ, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷപ്പെടുത്തും. ഇതൊരു നിയമിച്ച സംഭവമല്ലേ? അത് തന്നെയാ, അതുപോലെ തന്നെയാ ഇവിടെ നിയമിക്കുക. ആമേൻ. പക്ഷെ അഭിഷേകം ചെയ്തെന്ന വാക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു നിയോഗം ഈ 12 പേരുടെ മേലും വരികയാ. പക്ഷെ അന്ന് മുതൽ അവർ പ്രസംഗിച്ചില്ല, അന്ന് മുതൽ ഭൂതം പുറത്താക്കിയില്ല, അന്ന് മുതൽ അവരെല്ലാം ചെയ്തില്ല. പിന്നെ അവരുടെ മേലൊരു നിയോഗമെന്നോ അവരെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുകയാ. ആമേൻ. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുകയാ. ശ്രദ്ധിക്കണേ, അവരൊറ്റ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ. അതുകൊണ്ട് മനസ്സിലാക്കിയ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഏറെക്കുറെ പിടികിട്ടും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ 12 പേര്, ഇവിടെ ഒരാളെ കുറിച്ചല്ല, ഒറ്റ പകലിൽ യേശു 12 പേർക്ക് നിയോഗം കൊടുക്കുക. ശ്രദ്ധിക്കണേ, ഒറ്റ പകലിൽ. അന്നത്തെ ഒറ്റ യാത്രയിൽ ഏലിയാവ് 3 പേർക്ക് അഭിഷേകം. പക്ഷെ ഇവിടെ ഒറ്റ രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞ അടുത്ത പ്രഭാതത്തിൽ 12 പേരെ കർത്താവ് വേർതിരിക്കുക, അല്ലേ? അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിച്ച് വേർതിരിക്കുക എന്നർത്ഥം. ഏതോ കാര്യത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുക എന്നർത്ഥം. ഇവിടെ പറയുന്നു നിയമിച്ചു, ഞാൻ അവരെ മാറ്റുകയാ. എത്ര പേരെ? 12 പേര്. എന്തിനാ മാറ്റിയ? 1 എന്റെ കൂടെ ഇരിക്കണം, 2 പ്രസംഗിക്കണം, 3 ആമേൻ, അതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാൻ. ഇതുവരെ അധികാരം ഉണ്ടായില്ല, ഇപ്പോഴും അധികാരം കൊടുത്തില്ല, പക്ഷെ നാളെ ഉണ്ടാകും. ഈ തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗമുള്ളവന്റെ മേൽ അധികാരം വരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ചിന്തിക്കുകയാണ്. എലീശയുടെ പുറത്ത് ദൈവം പറഞ്ഞ് ഏലിയാവിനോട് വിട്ടു, പ്രവാചകനെ അഭിഷേകം ചെയ്യണം. വീണ ഉടനെ എലീശ പ്രവചിച്ചില്ല, പിറ്റൊന്നും പ്രവചിച്ചില്ല. പക്ഷെ എപ്പോഴാണോ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നത്, അപ്പോൾ മുതൽ അവന്റെ മേൽ പ്രവചനം ഓപ്പൺ ആകാൻ തുടങ്ങി. ഈ 12 പേരെയും കർത്താവ് നിയമിച്ചു, നിയോഗിച്ചു, അല്ലേ? ആ വാക്ക് നിയോഗിച്ചു, ആ വാക്ക് അവിടെ കുറച്ചുകൂടി ചേരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിയോഗിക്കുകയാണ്. അതിന്റെ മറ്റൊരു ഭാഷ ഞാൻ പറയാം, അവരെ അതിനു വേണ്ടി ദൈവം അഭിഷേകം ചെയ്യുകയാണ്. പ്രസംഗിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു, ഭൂതത്തെ പുറത്താക്കാൻ അവരെ അഭിഷേകം ചെയ്യുന്നു. പക്ഷെ അന്ന് മുതൽ തുടങ്ങിയില്ല, അല്ലെ? തുടങ്ങണമെങ്കിൽ ശ്രദ്ധിക്കുക, യേശു കൊണ്ട് നടന്നത് കൊണ്ട് തുടങ്ങണമെന്നില്ല. ഇത് കേട്ടു. നിന്നെ എന്തിനാ പത്രോസെ വിളിച്ച്? ഭൂതം പുറത്താക്കാൻ. നിന്നെ എന്തിനാ യോഹന്നാനെ വിളിച്ച്? പ്രസംഗിക്കാൻ. നിന്നെ എന്തിനാ യാക്കോബെ വിളിച്ച്? കർത്താവിന്റെ കൂടെ ഇരിക്കാൻ. കാര്യം അവർക്കറിയാം, പക്ഷെ ഇത് നടക്കുന്നില്ല. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക. വിളിച്ചു, ഓക്കെ, കാര്യം എന്തിനാ വിളിച്ചെന്ന് പറയാം, പക്ഷെ കാര്യം നടക്കുന്നില്ല. 1 വർഷം കഴിഞ്ഞു, ഒരു കാര്യവും നടന്നില്ല.
ഇടയ്ക്ക് എന്നാണ്ടൊക്കെ നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടോ? സുവിശേഷത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ടോ? മത്തായിലോ മർക്കോസിലോ ലൂക്കോസിലോ യോഹന്നാനിലോ വായിക്കുന്നുണ്ടോ? പത്രോസ് പ്രസംഗിച്ചു, ഒരു ഭയങ്കര കൂട്ട മാനസാന്തരം നടന്നു. ഇടയ്ക്കെങ്ങാണ്ടോ അവർക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഇളകി, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചിലതൊക്കെ സംഭവിച്ചു. ഇവിടെ ഒന്ന് രണ്ടൊക്കെ സംഭവിച്ചു. കൂടെ നടക്കുമ്പോൾ അഭിഷേകം ചലിക്കുന്നുണ്ടോ? ഓക്കെ. പക്ഷെ അവരായിട്ടൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. പലപ്പോഴും വീണു പോകുന്നു, തകർന്നു പോകുന്നു. നിയോഗമുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. നിയോഗം ചലിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരണം. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 3 പേരും ഈ 12 പേരെയും കർത്താവ് കൂടെ നിർത്തി. 1 വർഷം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. 2 വർഷം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. 3 വർഷമായി, ഒന്നും നടക്കുന്നില്ല. 3.5 വർഷമായി. പത്രോസ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കൂടെ നടന്നിട്ട് വല്ലതും കിട്ടുമോ? തമ്പുരാൻ പറഞ്ഞു, കിട്ടാത്തത് കിട്ടും. ആമേൻ. കർത്താവ് അവസാനം 3.5 വർഷമായിട്ടും ഇരിക്കാൻ വിളിച്ചു. പക്ഷേ ഇവന്മാർ കൂടെ ഇരിക്കത്തില്ല. ഗത്സമന തോട്ടത്തിൽ പോലും യേശുവിന്റെ കൂടെ യേശു ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടോ? എന്നോടുകൂടെ 1 നാഴിക ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് വിളിച്ചതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇവരിരുന്നോ? എത്ര പേർക്ക് മനസ്സിലാവുന്നത്? പലപ്പോഴും യേശു ഒറ്റയ്ക്ക് മലമുകളിൽ പ്രാർത്ഥിച്ചു. പക്ഷെ യുവമാർ ഇരിക്കുവോ? ഇരിക്കത്തില്ല. വിളിച്ചതെന്തിനാ? ഇരിക്കാനാ. 3.5 വർഷമായിട്ട് കാര്യം നടക്കുന്നില്ല. ഈ ലൈവിൽ എന്നെ കണ്ടോണ്ടിരിക്കുന്നതോട് ചോദിക്കുക, ചില വർഷങ്ങളായി പ്രവാചകൻ നിന്നോട് പറഞ്ഞിട്ട്, തലയ്ക്ക് വെച്ച് നിന്നോട് നിന്റെ മേലുള്ള നിയോഗത്തെ അറിയിച്ചിട്ട്, പക്ഷെ വർഷം 1, 2, 5, 10 ഒക്കെ ആയി. വല്ലതും നടന്നോ? ഇത് ശിഷ്യന്മാരെ പോലെ ഒന്നും നടക്കുന്നില്ല. ഇതുവരെ ഇരിക്കാൻ വേണ്ടി വിളിച്ചതാ, പക്ഷെ ഇതുവരെ ഇരുന്നിട്ടില്ല. ലാസ്റ്റ് നൈറ്റിൽ പോലും 1 നാഴിക യേശുവിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലയോ എന്നാണ് ഇരിക്കാൻ വേണ്ടി വിളിച്ചവരോട് യേശു ചോദിച്ചത്. പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷെ ഇതുവരെ പ്രസംഗിക്കുന്നില്ല. പോടതല്ല, യേശുവാ പ്രസംഗിക്കുന്നത്. ആമേൻ. പിന്നെ ഭൂതത്തെ പുറത്താക്കാൻ ഒരപ്പനും മകനും കൂടെ വന്നതാ. അപസ്മാരം പിടിച്ച് അവസാനം അപ്പന്റെ സങ്കടം എന്തെന്നറിയാമോ? നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെത്ര പരിശ്രമിച്ചിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ലെന്ന്. പിടികിട്ടുന്നുണ്ടോ? ഒരു പരിപാടിയും നടക്കുന്നില്ല. വാസ്തുപാഠത്തിൽ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇവർ ചിന്തിച്ചത് യേശുവിന്റെ കൂടെ നടന്നാൽ മതി, നിയോഗം ചലിക്കും. ഞാൻ പറയും, കൂടെ നടക്കുന്നോണ്ടല്ല നിയോഗം ചലിക്കേണ്ട. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാല് നിന്റെ നിയോഗങ്ങൾക്ക് ചലനമുണ്ടാകത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ് നീ പ്രാപിക്കേണ്ട ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അത് നിങ്ങൾ പ്രാപിക്കണേ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ദൈവാത്മാവ് ശക്തമായി ചിലതിനോട് പറയുകയാണ്, ആമേൻ, നീ ദൈവശക്തി പ്രാപിച്ചിട്ടല്ലാതെ നിന്റെ നിയോഗം ചലിക്കത്തില്ല. ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചിട്ടല്ലാതെ നിന്റെ നിയോഗം ചലിക്കത്തില്ല. ആ 3.5 വർഷമായി. 3.5 വർഷം കഴിഞ്ഞു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, പുനരുത്ഥാനം ചെയ്തു, പുറത്തു വന്നു. പോകുന്നതിന് മുൻപ് ഈ ശിഷ്യന്മാരോ വിളിച്ചു നിർത്തിയിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി ജെറുസലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകരുത്. അല്ലെ, നിങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം നമുക്ക്. ജസ്റ്റ് ആ നിയോഗം എപ്പോഴാണ് ചലിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിയോഗമുള്ളവർ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് ഈ ലൈവ് മീറ്റിംഗ് ആണെങ്കിലും ദൈവം നിങ്ങളെ പുറത്തെടുക്കും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1 അതിന്റെ 8 ഞാൻ വായിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു? ശക്തി. ഒന്നുകൂടെ പറഞ്ഞേ, ശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പൊ യേശുക്രിസ്തു 12 വരെ അടുക്കെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും നിയമിച്ചു എന്ന് പറയുമ്പോൾ ശക്തി വന്നിട്ടില്ല, നിയമിതനായതേ ഉള്ളൂ, നിയോഗം വീണതേയുള്ളൂ. പക്ഷെ പോകാൻ നേരത്തെ തമ്പുരാൻ പറയുക, അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അപ്പൊ കർത്താവ് പറയുക, പരിശുദ്ധാത്മാവ് അത് ശക്തിയോടെ നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾക്ക് 3.5 വർഷം മുമ്പേ ഞാൻ നിയോഗം തന്നു. എന്തിനൊക്കെ നിയോഗം? ഭൂതങ്ങൾ പുറത്താകേണ്ടതിന് അധികാരം ഉണ്ടാകാനാണ് നിങ്ങളെ വിളിച്ചേ. പിന്നെ പ്രസംഗിക്കാൻ വേണ്ടിയാ നിങ്ങളെ വിളിച്ചേ.
പിന്നെ എന്റെ കൂടെ ഇരിപ്പാനാ നിങ്ങൾ വിളിച്ച്. പക്ഷെ ഇത് സംഭവിച്ചു തുടങ്ങണമെങ്കിൽ ശക്തി വന്നേ മതിയാകത്തുള്ളൂ. 3.5 വർഷം കൂടെ നടന്നിട്ടും ഒരു പരിപാടിയും നടന്നില്ല. തമ്പുരാൻ പോയപ്പോ യഹൂമാരും പോയി. പിന്നെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ശക്തി വന്നാലേ നിയോഗം ചലിക്കത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വാ. 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 4-ാം വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു വായിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. യേശുക്രിസ്തു പോയപ്പോ പറഞ്ഞിട്ട് പോയതാ, കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ആരംഭം മുതൽ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്ക് ഏറെ ചിലപ്പോൾ പിടികിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ 3 ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നിയോഗമുള്ള നിന്റെ നിയോഗം ചലിക്കണമെങ്കിൽ നിന്റെ സർട്ടിഫിക്കറ്റ് പോരാ, നിന്റെ ബുദ്ധി പോരാ, നിന്റെ കഴിവ് പോരാ. ാണെങ്കിലും ഞാൻ ആത്മാവിൽ ദൂത് പറയാ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ 6 ലക്ഷം കുടുംബങ്ങളെ നീ നയിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ആ നിയോഗത്തെ ചലിപ്പിക്കുന്നത് മോശെ 40 കൊല്ലത്തെ മിദ്യാനിലെ പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് അല്ല, പിന്നെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ഇതാരുടെയൊക്കെ ദൈവം വ്യക്തമായി ദൂത് കൈമാറുക. സർട്ടിഫിക്കറ്റ് അല്ല, BTHO MDHO അല്ല. ഇന്നൊരു രാത്രി നിയോഗത്തെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഈ പകൽക്കാലം ഈ ദൂതിന്റെ മുമ്പിൽ സറണ്ടർ ആകാൻ നീ തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നോട് പറഞ്ഞത്, നിന്നെ കേൾപ്പിച്ച നിയോഗം 2022 അവസാനിക്കുന്നതിന് മുൻപ് ആത്മാവ് ആ നിയോഗത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? ആ നിയോഗത്തെ ചലിപ്പിക്കേണ്ടത് മാനുഷിക ബലമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ശമാന ഹംദന റിഗൽഖമനഗ വൈശമനഗടക റിഗൽഖമനഗടഗുസേ. എത്ര പേർക്ക് പിടികിട്ടുന്നതാ? മനസ്സിലാന്ന് ചിന്തിക്കുക. നിങ്ങൾ പകുതിക്ക് വെച്ചാണ് കയറിയെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൊത്തത്തോടെ കാണണേ മെസ്സേജ്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. നിന്നെ വിളിച്ച ഒരു അഭിഷേകം നിന്റെ മേലിട്ടെങ്കിൽ, ഒരു നിയോഗം അഭിഷേകത്തിലൂടെ നിന്റെ മേൽ വന്നെങ്കിൽ നീ അതേ ചെയ്യൂ. നിന്നെ അതിനെ കൊള്ളാവൂ. നിന്നെ വേറൊന്നിനും കൊള്ളത്തില്ല. നിന്നെ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിന്നെ വേറെ എന്ത് ചെയ്താലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിന്നെ എന്തിനെങ്കിലും ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, എടാ പത്രോസേ, ഇനിയും മീൻ പിടിക്കാൻ പോയാൽ മീൻ കിട്ടത്തില്ല, ഇനിയും വള്ളമിറക്കാൻ രക്ഷപ്പെടത്തില്ല. തമ്പുരാൻ തന്നെ നിന്റെ അടുത്ത് വരേണ്ടി വരും. നിന്നെ അതിനെ വിളിച്ചുവെങ്കിൽ നിന്നെ അതിനെ കൊള്ളാവൂ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ആത്മാവിൽ കൈമാറുക. ശുശ്രൂഷിക്കേണ്ട ചിലര് ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ഓടേണ്ട ചിലര് ശബ്ദം കേൾക്കുന്നുണ്ട്. 5 വർഷമായി വിളിച്ചു വേർതിരിച്ചിട്ട് ഇപ്പോഴും ആ ഇരിപ്പാ. തമ്പുരാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ ഇരിപ്പ് മാറുവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ നിയോഗം ചലിക്കുവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ നിന്റെ മേൽ കിടക്കുന്ന ദൈവിക കൃപാവരങ്ങൾ ചലിച്ചു തുടങ്ങുവേ. നിനക്ക് ആവശ്യം ഇനി ലോകത്തിന്റെ ബലമല്ല, ഭക്ഷണത്തിന്റെ ബലമല്ല, ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. 120 പേർ ഒരുമിച്ച് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരിക്കുക. ഒരു വിശ്വാസം. എന്നാ വിശ്വാസം? ആ പോയപ്പോ കർത്താവ് പറഞ്ഞു പോയി, കാത്തിരുന്നാ മതി, വരുമെന്ന്. ഒരൊറ്റ വിശ്വാസം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിട്ടല്ലാതെ നിങ്ങളെ ഞാൻ വിളിച്ച നിയോഗത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല.
ഇവര് മുറി പൂട്ടി അടച്ച് ഒതുക്കിയിട്ടുക. ഞാൻ ചിന്തിക്കുന്നത് മൗന പ്രാർത്ഥനയില്ല. കാരണം 50-ാം ദിവസം ഇവരവിടെ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ, പെന്തക്കോസ്ത് നാൾ എന്നത് 50-ാമത്തെ ദിവസവും ആ ഉത്സവത്തില് ഈ മുറിക്കകത്ത്, മർക്കോസിന്റെ മുറിക്കകത്ത് ഇവർ പൂട്ടിയിട്ട് 120 പേര് ഇരുന്നിട്ടും ആരും വന്ന് എത്തി നോക്കിയില്ല. കാരണം നാവനക്ക് സ്വോത്രം പറഞ്ഞിട്ടില്ല, ഭയമാ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോ ഭയം മാറി, അവരുടെ നാവിന് ബലം വരികയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വന്നപ്പോ ശക്തി വന്നോ. ശക്തി ഉണ്ടെങ്കിൽ നാവ് ചലിക്കും, ശക്തി ഇല്ലെങ്കിലോ വാമൂട്ടി മൗനമായിരിക്കും. ശക്തി വന്നാ മിണ്ടാണ്ടിരിക്കാൻ പറ്റത്തില്ല. ശക്തി വന്നപ്പോ ഇവർ ചലിച്ചു തുടങ്ങി. ആരുടെയൊക്കെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ശക്തി വന്നെങ്കിൽ അതിന് തെളിവുണ്ട്. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. നിന്റെ മേൽ ശക്തി വന്നെങ്കിൽ തുടങ്ങും. പക്ഷെ അവിടെ കൊണ്ട് തീക്കരുത്. അന്യഭാഷ പറഞ്ഞ് തീർന്നു പോകുന്ന നിയോഗമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. പത്രോസ് അന്യഭാഷ പറഞ്ഞ് നിർത്തിയില്ല, അന്യഭാഷയോട് തുടർന്ന് അവന്റെ മേൽ ഇട്ട നിയോഗം. ഒന്നാമത് ദൈവം വിളിച്ചത് തന്നോടുകൂടെ ഇരിപ്പാന്, അവൻ പ്രസംഗിക്കേണ്ടതിന് രണ്ടാമത്തെ വാക്ക് ആ നിയോഗം പത്രോസിൽ അവിടെ വെച്ച് സ്റ്റാർട്ടാകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് പെന്തക്കോസ്ത് നാളിൽ ഒരൊറ്റ പ്രസംഗം 3000 പേര് മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്ന് ആത്മാവിൽ കൈമാറ. ശക്തി വന്ന് നിന്റെ നിയോഗം ചലിക്കും. എത്ര പേര് ശബ്ദം കേൾക്കുന്നുണ്ട്? ആമേൻ പറയാൻ കഴിയുന്നവർ ആമേൻ പറ. ഈ രാത്രി കേൾക്കുന്നത് ദൈവശബ്ദമാ, കേൾക്കുന്നത് നിയോഗത്തിന് വേണ്ടിയുള്ള ശബ്ദമാ. ആത്മാവ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നീ കേട്ട നിയോഗം ചലിക്കണമെങ്കിൽ, നീ കേട്ട നിയോഗം ചലിക്കണമെങ്കിൽ, നീ കേട്ട നിയോഗം ചലിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാലേ കഴിയത്തുള്ളൂ. ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൈമാറ. 12 ശിഷ്യന്മാരെന്ന പേര് കിടന്നത് കൊണ്ട് നിയോഗം ചലിക്കത്തില്ല. വിളിച്ച് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ നിയോഗങ്ങൾ ചലിക്കും. എത്ര പേരുണ്ടെന്ന് അതിനുവേണ്ടി ഒന്ന് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കാൻ. കർത്താവെ, അഭിഷേകം ചെയ്തത് മാത്രം പോരാ, ശക്തിയുണ്ടെങ്കിലേ അത് ചലിക്കത്തുള്ളൂ. അഭിഷേകം ചെയ്ത മാത്രം പോരാ, ശക്തിയുണ്ടെങ്കിലേ ചലിക്കത്തുള്ളൂ. നിന്റെ അഭിഷേകത്തെ ചലിപ്പിക്കുന്നത് ആത്മാവിന്റെ ശക്തിയാ. നിന്റെ നിയോഗത്തെ ചലിപ്പിക്കുന്നത് ആത്മാവിന്റെ ശക്തിയാ. എലീശായെ, നീ അഭിഷേകത്താൽ പ്രാപിച്ച പ്രവചനമില്ലേ, എപ്പം മുതലാ ചലിച്ചു തുടങ്ങി? ആത്മാവിന്റെ ഇരട്ടി പങ്ക് എപ്പോഴാണോ അവന്റെ മേൽ വന്നത് അപ്പോൾ മുതൽ ചലിച്ചു തുടങ്ങി. അബേ, നമുക്ക് ചോദിച്ചാൽ, ശിംശോനെ, നിന്റെ മേലൊരു നിയോഗമില്ലേ? എപ്പോഴാ നിയോഗം വന്നേ? ഞാൻ ജനിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് നിയോഗം വന്നതാ. എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ കുറിച്ച് നിയോഗം കിട്ടിയതാ. പക്ഷെ എപ്പോഴാ ചലിച്ചു തുടങ്ങിയ? ബാലസിംഹം വന്നപ്പോ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ വെറും കൈ കൊണ്ട് ഞാനതിനെ കീറിയെങ്കിൽ നിയോഗം ചലിച്ചത് ആത്മാവ് വന്നപ്പോൾ. പിടികിടുന്നുണ്ടോ നിങ്ങൾക്ക്? 7 ഞാണ് കൊണ്ട് കെട്ടി ഫെലിസ്ത്യന്മാർ എന്നെ ഒതുക്കി. പക്ഷെ എപ്പോഴാ പൊട്ടിച്ച്? ആത്മാവ് വന്നപ്പോ നിയോഗം ചലിച്ചു. കേട്ടാനല്ല, ചിലത് പൊട്ടിക്കാൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലതിനു വേണ്ടി കൈമാറുകയാ. നിയോഗത്തെ ചലിപ്പിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. Receive the power. പ്രാർത്ഥിക്കാൻ തയ്യാറാണ് നിങ്ങൾ? ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാ. നിയോഗമുള്ളവർ എന്നോട് കൂടെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവശക്തി നിങ്ങളുടെ മേൽ വരാൻ പോവുക. നിങ്ങൾ ഏത് റൂമിലായിക്കോട്ടെ, നിങ്ങൾ എവിടോ ഇരുന്നോട്ടെ, ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നത് ദൈവശക്തിയാ. നിങ്ങൾ അഭിഷേകത്താൽ നിറയും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടും. നിങ്ങൾ അന്യഭാഷ പറയും. ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചു തുടങ്ങും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പ്രവചിച്ചു തുടങ്ങും. ചിലപ്പോൾ ഇന്ന് തന്നെ ചില വെളിപ്പാട് കാണും. ഇന്ന് തന്നെ ചില ദർശനങ്ങൾ പ്രാപിക്കാം. ഇപ്പോൾ മുതൽ അത് സ്റ്റാർട്ടായി തുടങ്ങും. ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ആളുണ്ടോ? ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങാൻ 2 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ നടന്ന ഒരു പ്രവൃത്തി, ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകാശനം ഇന്ന് പകൽ ചില വീടുകൾക്കകത്ത് സ്വർഗം വെളിപ്പെടുത്താൻ പോവുക. Receive the manifestation of Holy Spirit